കുളിച്ച് അവന്റെ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മളിന്ന് പോവാണ്. ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുളിച്ച് സുണ്ടര കുട്ടപ്പനായിട്ടിരിക്കണ്ടല്ലോ. അവിടെ ഇരുന്നോ, റെഡി ആവും. ഓക്കെ, എനിക്കിനും ഡ്രസ് മാറാൻ വേണ്ട. ഞാൻ ഫുഡ് കഴിച്ചാ? ചോറിനാണ് കൂടെ കഴിക്കും. എന്നിട്ട് കറി മീൻ. നീ കുളി കഴിഞ്ഞിട്ട് നീ ഉറങ്ങിയാ? കുളി കഴിഞ്ഞിട്ട് ഉറങ്ങിയോടാ? കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സുള്ളോടി. നീ എന്റെ കുളി കഴിഞ്ഞിട്ട് ഉറങ്ങാഞ്ഞേ? നേരെ തിരുവാതിരക്കളി കളിക്കണേ. നിനക്ക് നേരല്ലോ. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് വെച്ചത്. ഗൈസ്, അപ്പൊ ഞങ്ങള് നമ്മള് പോവാണ്. കൊച്ചിന്റെ ഉള്ളത് ഈ സാധനം സെറ്റ് ചെയ്യണ്ട. മറ്റേ കാർ സീറ്റർ സെറ്റ് ചെയ്യണം. ഉള്ളിൽ എടുത്തിട്ട് നമുക്ക് കാർ സീറ്ററിൽ എടുത്തിട്ട് അവിടെ കൊണ്ടുപോകും. മറ്റേ സ്ട്രോളർ എടുത്ത് കയറ്റി വെച്ചാ സെറ്റാണ്. ലോങ് ട്രിപ്പിലേക്കാണോ പ്ലാന്? നമ്മള് തിരിച്ചു വരും. ഉണ്ണിനെടുക്ക്. ലോങ് ട്രിപ്പാണ്, എന്റെ ലോങ് ട്രിപ്പാണ്. നീ പറഞ്ഞില്ലേ ഹസിക്കുട്ടാ അമ്മമ്മയുടെ അടുത്ത് നിക്കാൻ പോവാ? അല്ല, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് കാർ സീറ്റർ ഒക്കെ വാങ്ങിയെന്ന്. ലവ് ലാപ്പിന്റെ ആണ് നമ്മള് വാങ്ങിയേക്കണം. വായ അത് സെറ്റ് ചെയ്യാൻ ക്ലിയർ ഓൾറെഡി നമ്മള് വെച്ചിട്ടുണ്ട്. ഇതേ നോക്ക്, ഇന്നലെ നമ്മള് പോയിട്ടുണ്ടായിരുന്നു ഇതും വെച്ചിട്ട്. അവൻ കുറച്ചു നേരം ഇരുന്നല്ലോ. അപ്പൊ അവൻ ഉറക്കം വന്നപ്പോ അവനതൊന്നും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് ചാടി. അവൻ പറഞ്ഞില്ല, എനിക്കറിയാലോ അതെങ്ങനെയാന്ന്. ഗൈസ്, കണ്ടതേ ലവ് ലാപ്പിന്റെ ആണ് നമ്മള് വാങ്ങിയേക്കണേ. അയ്യേ, എന്നിട്ട് അങ്ങനെയൊക്കെ കാണിക്കും. കണ്ട, ഇതാണ് ലവ് ലാപ്പിന്റെ കാർ സീറ്റ്. അതിരുന്നോട്ടെ, അതോളിഞ്ഞേ കണ്ട. ഇതാണ് ലവ് ലാപ്പിന്റെ കാർ സീറ്റ്. ഇത് നമുക്ക് അതെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് 2 ടൈപ്പിൽ വെക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റത്തെ ടൈപ്പ് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കുന്ന സാധനല്ലേ, ഇത് നമുക്ക് ചിരിക്കാൻ പറ്റും. ലൈക്ക് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആവൂലേ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം. അതിന്റെ അടിയിൽ കണ്ട ഈ സാധനം വെച്ച് പിടിച്ചാൽ മതി. അതെ, നമ്മള് മറ്റേ കണ്ട ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് എങ്ങനെയാണെന്നറിയോ? ആദ്യം കണ്ട ഈ താഴത്തെ ബെൽറ്റ് അത് അതിന്റെ ഉള്ളിലേക്ക് വെക്കുക. സിമ്പിൾ ആട്ടോ ഈ സാധനം. അതെ, അടി കൂടെ എടുക്കുക. ഈ അടി കൂടെ തന്നെ അപ്പുറത്തേക്കും കൂടി വരിക. ഇപ്പുറത്തേക്ക് എടുക്കുക. അതെ, ഞാൻ അപ്പുറത്തോടെ കാണിച്ചു തരാം. അത് അതെ, അടി കൂടെ എടുക്കുക. അതെ, അത് അടി കൂടെ വന്ന് ഈ സൈഡിൽ കൂടെ എടുക്കുക. ഈ സൈഡിൽ ഈ സാധനം ഉണ്ടല്ലോ, എന്നിട്ട് അത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഈ മറ്റേ ഗ്രൂവിന്റെ കൂടെ ഇത് ഈ ഗ്രൂവിന്റെ കൂടെ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഈ ഭാഗം ചെയ്യണത്. ഇത് നമുക്ക് അതെ ഇങ്ങനെ 10 kg വരെ കേട്ടോ. അങ്ങനെയാണ് സെറ്റപ്പ്. ഇനി നമുക്ക് ഇങ്ങനെയല്ല മറ്റേതുപോലെ വെക്കാം, തിരിച്ചു വെക്കാം. അതെ, മറ്റേതുപോലെ വെക്കാനും സുഖം തന്നെയാട്ടാ, നല്ല സുഖമാണ്. വലിയ അലമ്പൊന്നും ഇല്ല. അതെ, അതിനും കാർ സീറ്റർ അല്ല മറ്റേ ആ വയർ ഇങ്ങനെ എടുക്കുക. ഇതിനെന്തിട്ട് പറയാ, സീറ്റ് ബെൽറ്റ് ഇല്ല, ഞാൻ വയർ എന്നാ പറയണ. ഇത് ഇങ്ങനെ വെക്കാണ്. ഇത് കണ്ട, ഇതിന്റെ ഈ ഭാഗം നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തു. അതന്നെ, ഇതാണ് ഗ്രൂവ്. ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തു. അടിയിലത്തെ സാധനം കണ്ട, ഇത് കൂടെ എടുത്തു. ഇതിന്റെ അടിയിൽ കൂടെ ഈ സീറ്റിന്റെ ഇതിന്റെ അടിയിൽ കൂടെ എടുത്താൽ മതി. എന്നിട്ട് നേരെ അപ്പുറത്ത് കൊണ്ട് വെക്കാം. അവനെ അവിടെ കൊണ്ടിരുത്തിയാ മതി. അതെ, ചൂടായിട്ടാ. ഒരു ദിവസം മഴ ആണെങ്കിൽ പിറ്റേ ദിവസം വെയില്. മൂഡ് സ്വിങ്സ് ആണ് കേരളത്തിന്. അതായത് ഇതിന് EN സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇത് കണ്ട, ഇത് നമുക്ക് ഇങ്ങനെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. കുഷൻ ആയതുകൊണ്ടേ കണ്ട, കുഷൻ ആയതുകൊണ്ട് ഉണ്ണിക്ക് കിടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. പിന്നെ നമുക്കിത് വാഷ് ചെയ്യാനും എളുപ്പമാണ്, വാഷബിൾ ആണ്. അപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നേരിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ ഗൈസ്, ഈ ഒരു സെറ്റപ്പിൽ 18 kg വരെയാണ് പറ്റാട്ടോ. മറ്റേ സെറ്റപ്പ് ഉണ്ടല്ലോ അങ്ങനെ തിരിച്ചു വെക്കണത്, അതിൽ 10 kg വരെ നമുക്ക് ഇരുത്താനായിട്ട്. അതെ, ചക്കൻ എടുത്തുകൊണ്ട് അറിയില്ല എങ്ങനെയാന്ന്. ഇവിടെ ഇരുന്നോട്ടാ.
ടൈറ്റ് ആക്കണ്ട, ഞാനിപ്പോ ഇവിടെ ഇരുന്നോടാ. അതിനാ മറ്റേ കളിക്കണ സാധനങ്ങൾ എടുത്ത് കൊടുത്തോ, അവിടെ ഇരിക്കണ്ടത്. കൊറേ കട്ട കൊടുത്തോളുടെ ഇവിടെ. ഇതാണ് നമ്മുടെ ഒരു കൈയിടുന്ന സാധനം അല്ലേ കൂട്ടാ? മര്യാദക്ക് അവിടെ ഇരുന്ന റൈഡ് കൊണ്ടുപോവാം, അല്ലെങ്കിൽ നിന്നെ പൊന്നാപ്പി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പൊന്നാപ്പിനെ കൊണ്ട് പോവാം. ഇത് ഹച്ചിക്കൂട്ടന്റെ ബെൽറ്റ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്നാപ്പി എങ്ങനെ അനങ്ങില്ല. ഇത് ഇതിന്റെ റെഡ് കളർ സാധനം സിമ്പിളാണ്. ഇഷ്ടായി ആ സാധനം കൊടുക്ക്. ചൂടിട്ടോ ചക്കുലോടിച്ച് പോണേന്ന് അമ്മമ്മോട് പറ, പോവാണ് പറ. ഇഷ്ടായില്ലേ? അവനെ ഉറക്കം വരുന്നുണ്ട്, നാലിങ്ങനെ കണ്ണു തുറന്നിരിക്കാണ്. മഴക്കാരുണ്ട് ഞാൻ കാണിച്ചേ. മഴക്കാരുണ്ട്. ഞാൻ ബാക്കിലായിരിക്കണം ഉണ്ണിയുടെ കൂടെ, അതുകൊണ്ട് പിന്നെ കാണിക്കാത്ത അങ്ങോട്ടേക്ക്. അവൻ ഉറങ്ങാനുള്ള തത്രപ്പാടിലിരിക്കണത്. പക്ഷെ ഉറങ്ങില്ല. എന്താ എങ്ങനെ വന്നാലും നമ്മൾ ഉറങ്ങില്ല. അങ്ങനെയാണ് അവന്റെ ആ ഒരു ഇത് സെറ്റപ്പ്. നീ ആ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് പാട്ട് വെക്കാം. എന്നിട്ട് നീ ഇപ്പൊ പപ്സും വട്ടയപ്പം പോട്ടെ. ശരി, വാടി പോവാം. ഉണ്ണിനെ പിടിച്ചോ. ഇതാണ് പള്ളിക്കുന്ന് സ്കൂള്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇങ്ങോട്ടേക്ക് കഥാ മത്സരത്തിന് വന്നിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇങ്ങോട്ടേക്ക് കലോത്സവത്തിന് ബാലകലോത്സവം ഉണ്ടായിരുന്നു. കലോത്സവം ഉണ്ട് ഇവിടെ. ചേർപ്പ് സബ് ഡിസ്ട്രിക്റ്റ് ആണ് ഞാൻ. 1ാം ക്ലാസ്സിൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കഥ പറയാനാ. എന്നിട്ട് കഥ പറഞ്ഞിട്ട് സമ്മാനം കിട്ടിയില്ല. ടൈം ഔട്ട് ആയി പോയി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ അന്ന് പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ടൈം ഔട്ട് ആയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ എന്റെ അപ്പനമ്മ ടീച്ചേഴ്സ് ഒക്കെ വന്ന് പറഞ്ഞിട്ട് ക്ഷീണിച്ച വല്ലതും പറയും. അപ്പച്ചനോ എപ്പഴാ വരാ? കേട്ടത് ആഗ്രഹമായിരുന്നു. ആളുടെ വണ്ടി അല്ലല്ലോ ഇത്, അതുകൊണ്ട് ആള് വണ്ടി എടുക്കില്ല. ഈ വണ്ടി എടുക്കില്ല. ഇപ്പൊ ആള് മറ്റേ സാധനം ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോയി. എന്തിനാ കാണിക്കണേ? എന്തിനാ കാണിക്കണേ നീ? പുറത്തേക്ക് വാ. ആളിപ്പോ വരും. താര നോക്കിയേ എവിടെയത് വണ്ടി കിടക്കണേ. ഒറ്റക്ക് പോവാലപ്പാ. എങ്ങടൊക്കെ പോയപ്പോ തമ്മിച്ചിനെ കൊണ്ട് ഹസിക്കുട്ട അവിടെ പിടിച്ചിരുന്നോട്ടാ. ആരാണ്? ഉണ്ണിലിയാ. ഇതെടുക്കാൻ നോക്കായിരുന്നു. ഹസിക്കോട്ടെ പോവാ. ടാറ്റ എടുത്ത അമ്മാമ്മക്ക് ടാറ്റ കൊടുത്തേ. അല്ല വന്നപ്പോ തന്നെ എന്റെ മേത്തേക്ക് ചാടിയതാ. അവിടെ ഉണ്ടായിരുന്നേ പഞ്ഞാടത്ത് ഇങ്ങോട്ട് കെട്ടിയതാ. അല്ല തണ്ടി നിന്നെ തൊടാനാ കടിക്കലടാ. എന്നിട്ട് എന്റെ പേര് പെരിച്ചാഴി. പെരിച്ചാഴിന്ന് വിളിച്ചു ഞാൻ കേക്കോ? ഒന്നൂര് വിളിച്ചേ. ഇതെവിടെ എത്തിയേ? ഹസിക്കുട്ട എവിടെ എത്തിയേ? അമ്മാമ്മയുടെ അടുത്ത് എത്തിയാ? ഇതാണ് പൂച്ചയ്ക്ക് കൊടുക്കുന്ന പ്രോട്ടീനേഷ്യസ് ഫുഡ്. പൂച്ചയ്ക്ക് കൊടുക്കുന്ന പ്രോട്ടീനേഷ്യസ് ഫുഡ്. എന്നിട്ട് മീനാണോ? മീൻ ഇങ്ങനെ നല്ലപോലെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഉടച്ച് ചോറൊക്കെ കൂട്ടി പൂച്ചയ്ക്ക് കൊടുക്കും.
ഗൈസ് അങ്ങോട്ടെ ഗൈസ് ഭയങ്കര മഴ പറഞ്ഞ ഭയങ്കര മഴ ഒരു രക്ഷയില്ല അല്ലേ നല്ല രസമുണ്ട് ക്യാമറ നമുക്ക് വെള്ളമായല്ലോ ഒന്നുകൂടി പറഞ്ഞേ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞേ അങ്ങനെ മുരളാണ്ടായിരുന്നില്ല ആരോ മഞ്ഞ ഡ്രസ് ഇട്ടിട്ടാണ് നൈബേഴ്സാണോ ഓ അങ്ങനെ ഗൈസ് ഭയങ്കര മഴ കേട്ടോ ഒരു രക്ഷയില്ല ചിരിക്കോ ചിരിക്കോ ചിരിക്കല്ലോ ചോദിച്ചിട്ട് അറിയുന്നിട്ടോ എവിടെ എന്നിട്ട് ഉച്ചക്കുള്ളത് ബീഫും കായും കുറച്ച് കറി കഴിക്കാം ഭംഗിയാ ഭംഗിയല്ല വേണ്ട രസമാണ് വേണ്ടത് നീ കഴിച്ചു നോക്കിയോ ആരോട് വെച്ചിട്ട് നീ കഴിച്ചേ ഒരു ഗ്ലാസ് വെള്ളം തരോ അടുത്തോ ഗൈസ് അപ്പൊ നമ്മളുടെ പരിപാടികള് നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിരുന്ന വീട്ടില് നമ്മളെത്തി എവിടെ നീ എവിടെ വീട്ടിലെത്തിയതേ ഹസിക്കോട്ട് നീ അവിടെ അടുത്ത് ഡാൻസ് കളിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ ഹസിക്കോട്ട് ഇവിടെ ഡാൻസ് കളിച്ച് നിൽക്കുന്നുണ്ട് നമ്മളിത് അമ്മ ഉണ്ടാക്കിയേക്കണം ബീഫും കായും കഴിക്കണം അതുകൊണ്ട് കുറച്ച് പരിപാടികളുണ്ട് അതിലേക്ക് വേണ്ടി ഇറങ്ങാണ് അല്ലെ നല്ല മഴയുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് പുറത്ത് അപ്പൊ ഇത് നമ്മുടെ പേര് ഭക്ഷണം കഴിച്ചാൽ അത്രയ്ക്കുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യമില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്ത് പുറത്തേക്ക് ഇറങ്ങി അടിച്ചിട്ടുണ്ട് പക്ഷെ മഴ എന്റെ പേര് എന്തായിരിക്കും അറിയില്ല അപ്പൊ കഴിച്ച അപ്പൊ അത്രയ്ക്കുള്ളൂ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ബൈ ബൈ നല്ല ബീഫുണ്ട് കായുണ്ട് നീ എന്നിട്ട് കരിഞ്ഞു പോയിന്ന് പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞല്ലോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നല്ല രസം പറഞ്ഞേ